10 വർഷം അർച്ചനയ്ക്ക് സ്നേഹവും സംരക്ഷണവും നൽകിയ ഞാൻ ഇപ്പോൾ അപരാധിയായിരിക്കുന്നു. കോടതിയിൽ എന്റെ സഹപ്രവർത്തകരുടെ മുൻപിൽ ഞാൻ കുറ്റവാളിയായി നിൽക്കണം. 100 ചോദ്യങ്ങൾ, സംശയങ്ങൾ, പരിഹാസം, കുറ്റപ്പെടുത്തൽ, അപമാനം എല്ലാം സഹിക്കേണ്ടി വരും. ഞാൻ ആഗ്രഹിച്ച ജീവിതവും എന്റെ കരിയറും കുടുംബവും എല്ലാം ഇതോടെ അവസാനിക്കും. എന്താ ചിരിച്ച്? അല്ല, ഞാൻ ഓർക്കായിരുന്നു കോടതിയിലെ പ്രതിക്കൂട്ടിൽ ഞാൻ നിൽക്കുന്ന ഒരു രംഗം. ഗോകുൽ എന്താ തമാശ പറയാ? പ്രതിക്കൂട്ടിൽ നിൽക്കണം പോലും. പബ്ലിക് പ്രോസിക്യൂട്ടറുടെ ജോലി പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന ആളുകളെ ക്രോസ് ചെയ്യലല്ലേ? അല്ലാതെ എന്തിനാ പ്രതിക്കൂട്ടി കയറി നിൽക്കുന്നത്? ആർക്കും എപ്പോ വേണമെങ്കിലും വരാവുന്നൊരവസ്ഥ ഇത്. ലോകത്തിലെ വലിയ വലിയ ഭരണാധികാരികൾക്കും സൈനിക മേധാവികൾക്കും രാഷ്ട്രീയക്കാർക്കും ഉദ്യോഗസ്ഥന്മാർക്കും വരെ ഈ അവസ്ഥ വന്നിട്ടുണ്ട്. എല്ലാവരാലും ബഹുമാനിക്കപ്പെട്ടിരുന്നൊരു സ്ഥലത്ത് അതേ ആളുകൾക്ക് മുൻപിലെ അപമാനിക്കപ്പെട്ട് നിൽക്കുക, കുറ്റവാളിയായി മുദ്ര കുത്തപ്പെടുക, ചെയ്യാത്ത തെറ്റിന് ശിക്ഷ അനുഭവിക്കേണ്ടി വരിക. വല്ലാത്തൊരവസ്ഥയത്. കോടതി മുറിയിൽ അങ്ങനെ നിൽക്കേണ്ട ഒരവസ്ഥ ഇപ്പൊ എനിക്കും വന്നു ചേർന്നിരിക്കുന്നു. ഗോകുൽ എന്തൊക്കെയാ പറയുന്നേ? എടോ, ആ സച്ചി എനിക്കെതിരെ ഒരു കേസ് കൊടുത്തിരിക്കുക. കേസോ? എന്തിന്? തന്നെ വിട്ടുകിട്ടാൻ. എന്റെ ദൈവമേ, ഈ സച്ചേണ്ടത് എന്തിനുള്ള പുറപ്പാടാ? എന്റെ പേരിൽ പാവം ഗോകുല് പ്രതിക്കൂട്ടിൽ കയറേണ്ടി വരുമല്ലോ. ഞാൻ കാരണം എല്ലാവരുടെ മുമ്പിൽ നാണം കിടേണ്ടി വരുമല്ലോ. ഒരിക്കലും എന്റെ പേരിൽ ഗോകുലിനെ പ്രതിക്കൂട്ടിൽ കയറാൻ ഞാൻ സമ്മതിക്കില്ല. അങ്ങനെ ഒരു അപമാനം ഗോകുലിനുണ്ടാവുന്നതിന് മുമ്പ് ഞാനിത് അവസാനിപ്പിച്ചിരിക്കും.